നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 990th day. Today 34th sloka of Pradhamaskandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 990 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദദാതനായി അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഓം തത്സത്. തേന സംവൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിര വാജിമേധൈ സ്ത്രീഭിർഭീതോ യജ്ഞേ സമയദ്ധരീം. ഓം ശ്രീകൃഷ്ണായ നമ. തേന സംവൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിര വാജിമേധൈ സ്ത്രീഭിർഭീതോ യജ്ഞേ സമയദ്ധരീം. ഓം ശ്രീകൃഷ്ണായ നമ. യജ്ഞേ സമയദ്ധരീം. ഓം ശ്രീകൃഷ്ണായ നമ. പദം പിരിക്കേണ്ടത് തേന സംവൃത സംഭാര ധർമ്മപുത്രോ യുധിഷ്ഠിര വാജിമേധേ സ്ത്രീഭി വാജിമേധേ സ്ത്രീഭി യജ്ഞോ സ്ത്രീഭി ഭീതോ യജ്ഞൈ സമയജത് ഹരി. സമയജത് ഹരീം എന്നുള്ളത് സമയജത് ഹരി. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. തേന എന്നാൽ അതുകൊണ്ട്, സംവൃത സംഭാര സംഭരിക്കപ്പെട്ട സംഭാരത്തോട് കൂടിയവനും, ഭീത ഭയമുള്ളവനും, ധർമ്മപുത്ര യുധിഷ്ഠിര ധർമ്മപുത്രനായിട്ടുള്ള യുധിഷ്ഠിരനും, ത്രിഭി വാജിമേധേ ത്രിഭി എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം, വാജിമേധേ യജ്ഞേ 3 പ്രാവശ്യം അജ്ഞമേധ യാഗങ്ങൾ കൊണ്ട്, വാജിമേധേ യജ്ഞേ ഹരിം ഹരിയെ സമയജത് സമയജത് ഹരി അതായത് ഹരിം സമജയത് ഹരിയെ പൂജിച്ചു. ആ ധനം അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, വടക്ക് ദിശയിൽ ചെന്ന് ഒരു രാജാവ് ഉപേക്ഷിക്കപ്പെട്ടു പോയ അനേകം ധനങ്ങൾ ഈ സഹോദരന്മാർ കൊണ്ടുവന്നു എന്ന്. ആ ധനം കൊണ്ട് അപ്രകാരം സംഭരിച്ച സകല സംഭാരങ്ങളോട് കൂടിയിട്ട് ആ ധനം യാഗത്തിന് വേണ്ടുന്ന സംഭരിച്ച ആ ധനം കൊണ്ട് 3 പ്രാവശ്യം ഭയമുള്ളവനായിട്ടുള്ള ധർമ്മപുത്രൻ, എന്തെന്നാൽ താൻ ചെയ്ത ദ്രോഹം ആണ് ചെയ്തത് എന്നുള്ളത്, രാജ്യം ലഭിക്കാൻ വേണ്ടി നടന്ന ഈ യുദ്ധം, കുരുക്ഷേത്ര യുദ്ധത്തിൽ പലരെയും ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഭീതിയോട് കൂടിയിട്ടുള്ള ആ ധർമ്മപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ 3 പ്രാവശ്യം ത്രിഭിർ വാജി അശ്വമേധയാഗം ചെയ്ത് വേണ്ട വിധത്തിൽ ഹരിയെ പൂജിച്ചു. ഭഗവാനെ പൂജിച്ച് ഭഗവാനെ മഹേശ്വരനായിട്ടുള്ള സർവത്തിനും നാഥനായിട്ടുള്ള ആ ശ്രീഹരിയെ 3 പ്രാവശ്യം അശ്വമേധയാഗം ചെയ്ത് പൂജിച്ചു. ആ പൂജകൾ ചെയ്യാൻ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ നിർവിഘ്നം നടത്തുവാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ അവർ ആരാധിച്ച് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. ഇപ്രകാരം ഭഗവാനായിട്ടുള്ള ശ്രീഹരിയെ 3 പ്രാവശ്യം അശ്വമേധയാഗങ്ങൾ കൊണ്ട് പൂജിച്ചിട്ട് താൻ ചെയ്തു പോയ അപരാധങ്ങളെല്ലാം പൊറുക്കേണം എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തേന സംവൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിര വാജിമേധൈ സ്ത്രീഭിർഭീതോ യജ്ഞൈ സമയജദ്ധരീം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.